ഉണ്ടോ? ആ, അങ്ങനെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. എന്നെ സിദ്ദീഖുൽ അക്ബർ മദ്രസ നടത്തിയിട്ടില്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ ഏത് മദ്രസയിലെ സദറായിരുന്നു? അതിപ്പോ എല്ലാവരും ചെയ്യണ്ടില്ലേ മദ്രസ? ഉമർ ഫാറൂഖ് ഏത് മദ്രസക്കാ മുഫത്തിഷായിട്ട് പോയത്? ഉസ്മാൻ റളിയല്ലാഹുവിനെ നഴ്സറി നടത്തിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു സ്കൂളിലെ മാനേജർ ആയിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പൊ എല്ലാവരും നടത്തുന്നില്ലേ? അപ്പൊ അതൊക്കെ ഇപ്പൊ വിദഗ്ധ നമ്മൾ കാണുന്ന വിദഗ്ധാണോ? പോട്ടെ, മുത്തനബിന്റെ കാലത്ത് പള്ളിയിൽ മീറാബില്ല, മിമ്പറേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ഇമാമിയങ്ങളും മീറാബിൽ നിസ്കരിക്കുന്നത്. അപ്പൊ വിദഗ്ധ എന്നിട്ട് മീറാബും തച്ചു പൊളിക്ക ഇമാമികളും ചവിട്ടിക്കൊല്ലേ? പോട്ടെ, അന്നിപ്പോ പള്ളി ഉണ്ടാക്കുന്ന രൂപത്തിലല്ല ഇന്ന് പള്ളി ഉണ്ടാക്കുന്നത്. അന്ന് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓലൊക്കെ കൂടി ഇറങ്ങുക, അവരെ കൂടി കല്ലെടുക്കുക, അവരെ കൂടി പടുക്കുക, അവരെ കൂടി വേർക്കുക, അവരെ കൂടി പള്ളി ഉണ്ടാക്കുക, അവരെ കൂടി മണ്ണ് കുഴക്കുക, അവരെ കൂടി നിസ്കരിക്കുക. അങ്ങനെയാണ് അന്ന്. ഇന്നോ പള്ളിക്ക് പ്ലാൻ ഉണ്ടാക്കണ കമ്മിറ്റിക്കാര്, പിരിക്കാൻ പോണത് വേറെ ആള്, പൈസ കൊടുക്കുന്ന അറബികള്, ഉദ്ഘാടനത്തിന് വേറെ ആൾക്കാരോ, നിസ്കരിക്കാൻ പറ്റൊട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇന്നുണ്ടാക്കുന്ന പള്ളിയൊക്കെ വിദഗ്ധാന്ന് പറയാം. അപ്പൊ എല്ലാ കൂട്ടരും അങ്ങനെ തന്നെയല്ലോ. അതുകൊണ്ട് ഇപ്പൊ എല്ലാ പള്ളിയും വിദഗ്ധാന്ന് പറയാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇഫ്ലാക്കലുണ്ട്, പക്ഷെ ഇഫ്ല് കോളേജ് ഇല്ല. അതുകൊണ്ട് ഇനി ഇഫ്ല് കോളേജ് ഒക്കെ തകർക്കേ. റസൂലുള്ളാഹിന്റെ കാലത്ത് എത്തിയും കുട്ടികളെ പോറ്റലുണ്ട്, പക്ഷെ എത്തിയങ്കാനില്ല. അപ്പൊ ഇനി എല്ലാ എത്തിയങ്കാനും പൊളിച്ചടിക്കേ. അന്നതുപോലെ റസൂലുള്ളാഹിന്റെ കാലത്ത് മദ്ഹ് നന്നായിട്ട് പറയുന്നുണ്ട്. അതെന്നെ സ്വഹാബാക്കൾക്ക് പണി. ഇനിയിപ്പോ അവർക്ക് റബീഉൽ അവ്വലൊന്നും വേണ്ട, ഓർക്ക് എപ്പോഴും അതന്നെ പണി. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മള് മദ്രസ വേണം, കാരണം നമ്മൾ എപ്പോഴും ഇൽമു പഠിക്കൂല, ഓർ എപ്പോഴും ഇൽമു പഠിച്ചിരുന്നു. അപ്പൊ നമ്മളൊരു പ്രത്യേക സമയം വെച്ച് ഒരു പ്രത്യേക ബിൽഡിംഗ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ പ്രത്യേക സിലബസിൽ പഠിക്കുക, നാളെ കയറുള്ളൂ, നാളെ പഠിക്കുള്ളൂ എന്നതുപോലെ നമ്മളെപ്പോഴും ഇപ്പൊ ഈ മതകേറ്റ് നടക്കൂല. കാരണം നമുക്ക് വേറെ കുറെ തിരക്കുണ്ട്. കാരണം നമുക്ക് ഈമാൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാസം വരുമ്പോഴെങ്കിലും ഇവിടെ പ്രത്യേക സെറ്റപ്പിൽ അൽഹംദുലില്ലാഹ്. ഇനി അതും കളയാണോ? അതും കളയാണോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതും കളയാനാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇതിനൊന്നും വേണ്ട, ഈ പേരൊന്ന് പഠിച്ചാൽ മതി. മുഹമ്മദ്, അതിന്റെ അർത്ഥം എന്താ? ധാരാളം മദ്ഹ് ചെയ്യപ്പെടുന്ന ആള് എന്നാണ്. അതിന്റെ അർത്ഥം തന്നെ അതാ. ഈ പേരിന്റെ അർത്ഥം തന്നെ അതാണ്, ധാരാളം മദ്ഹ് ചെയ്യപ്പെടുന്ന ആള് എന്നാണ്. ആ പേരെന്നെ മതി. ഇങ്ങനെയുള്ള പരിപാടി വേണമെന്നുള്ള, ഇനി വേറൊന്നും വേണ്ട. ആ പേരെന്നെ മതി, വേറൊന്നും വേണ്ട. എന്നാൽ ആമുഖത്തിൽ കേൾപ്പിച്ച ആയത്തിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്തിലാണ്, മലക്കുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയുമാണ്. അല്ലാഹു സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ അർത്ഥം വെച്ചാല് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹ്ക്ക് ചെല്ലാൻ പറ്റുമോ? കാരണം അള്ളാഹ് അങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയേ. അപ്പൊ ആ അർത്ഥമല്ല എന്ന് ഉറപ്പാണ്. അള്ളാഹു സ്വലാത്ത് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോലല്ല എന്ന് ഉറപ്പാണ്. പിന്നെന്താ അതിന്റെ മാന? ഒരു മാനതാണ്, മുത്തുനബി മഹാനാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചൊല്ലിക്കാൻ പറ്റുമോ, അതൊക്കെയാണ് അള്ളാഹിന്റെ പണി. തശ്രീഫാണ്, തഅലീമാണ്. മലക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മളോട് പറയാ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു, റസൂല് മഹാനാന്ന് പറയാൻ, അറിയിക്കാൻ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചെയ്തോളിന്ന. നിങ്ങൾക്ക് എന്താ ചെല്ലാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചൊല്ലിക്കൊള്ളിന്ന. നമുക്ക് പറ്റുന്നതാണ് ഈ പരിപാടികളൊക്കെ. അപ്പൊ അത് അതിന്റെ പരിധിപ്പെടുന്നതാ. നമുക്ക് ചെയ്യാൻ പറ്റുക തശ്രീഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വലാത്താ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി എന്ന് പറയലില്ല എന്നാണ്. കാല മുഹമ്മദ് എന്ന് പറയില്ല എന്നാണ്. എന്താ? കാരണം മുഹമ്മദ് എന്ന് പേരേൽക്കുമ്പോ അപ്പൊ പൊട്ടിയാണ് കാര്യം. ഈ പടുകൂറ്റം പണ്ഡിതൻ നിയന്ത്രണം വിട്ട് കാര്യം. അപ്പൊ സദസ്യർക്കും തോന്നും വേണ്ടിണ്ടായിരുന്നില്ല, പേര് പറയേണ്ടിണ്ടായിരുന്നില്ല തോന്നും. അത്ര കരഞ്ഞിട്ട് കളറൊക്കെ മാറുന്നവർ. പിന്നെന്താ പറയാ? നിർബന്ധാണെങ്കിൽ പറയും ഖാല സ്വാഹിബു ഹാദൽ ഖബർ. റസൂലുള്ളാഹിന്റെ റൗളയ്ക്ക് ചൊല്ലിട്ട് പറയും ഖാല സ്വാഹിബു ഹാദൽ ഖബർ എന്ന് പറയും. ഖാല റസൂലുള്ളാഹി എന്ന് പറയാൻ മടിച്ച ആളാണ് ഇമാമുൽ മദീന മാലിക് ഇമാം. കാരണം അവരുടെ ഖൽബിൽ അതായിരുന്നു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിനെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വകാര്യ അവയവം തൊട്ടിട്ടില്ല. കുറച്ച് ശകലങ്ങൾ കേട്ടോൾ, ഇന്ന് നമുക്ക് തലയ്ക്ക് കയറി കിട്ടും. ഉസ്മാൻ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചതിനു ശേഷം പിന്നെ കൈ കൊണ്ട് ശീല ചിറ്റാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല.
ഒക്കെ റസൂലുള്ള ചെയ്ത് കാണിച്ചല്ല. സ്വഹാബികൾ ഒക്കെ ഹദീസ് ഖുർആനായത്തൊന്നും വേണ്ട. ഇതിനിപ്പോ ഖുർആനായത്തും ഹദീസുണ്ടോ? റസൂലുള്ളാന്റെ കൈ തൊട്ടാ പിന്നെ ആ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ആയത്തുമില്ല, ഒരു ഹദീസുമില്ല. പക്ഷെ എന്താ, ഇത് ബഹുമാനാണ്. അതിനിപ്പോ ഹദീസും ആയത്തും എതിരില്ല, ഞാൻ മതി, എതിരില്ലാത്തൊക്കെ ചെയ്യാം. അതാണ് ഉസൂല്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ആയസുണ്ടോ ഹദീസുണ്ടോ? ആയത്തും ഹദീസൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്തിനാണത്? സ്നേഹപ്രകടനത്തിന്റെ എല്ലാ കൈഫിയത്തിനും ആയത്തും ഹദീസും വേണോ? ഉസ്മാൻ അള്ളാഹു റസൂലുള്ളാഹിനെ ബൈഅത്തിന് ശേഷം ആ കൈമ ശീലിട്ടാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല. അത് ആയത്തിലുണ്ടോ ഹദീസിലുണ്ടോ? പക്ഷെ ഉസ്മാൻ തങ്ങളെ ചെയ്തു. എന്തേ? അത് ബഹുമാനം, അതിന് കൂലിയിട്ടും. മാലിക് ഇമാം മദീനയിൽ മൂത്രമൊഴിച്ചില്ല. മദീനയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് ആയത്തില്ല, ഹദീസില്ല. ഞാൻ മാലിക് ഇമാം ചെയ്ത വിധേയത്തല്ല, അത് കൂലിയിട്ടും. അതെന്താ? ആ റസൂലുള്ളാഹിനോടുള്ള ബഹുമാന. അതാണ്. നമുക്ക് തോന്നുന്നുണ്ടോ ഈ റബീഉൽ 12 ഈ കന്നുകൾ അറുത്തിട്ടും ചോറ് വെച്ചിട്ടും തോരണങ്ങൾ തൂക്കിയിട്ടും മതവും പാട്ടും കരച്ചിലും ദ്വായും നമ്മളോട് റസൂലുള്ള ചോദിക്കാണ്, അല്ല അങ്ങനെ കൂട്ടിയിട്ട് എന്തേലും ഇപ്പൊ നിങ്ങൾക്ക് 12 പരിപാടി? മുത്തനബിനെ സ്നേഹിച്ചിട്ട് ചെയ്തു ആയതാണ്. അല്ല പറയാ നരകത്ത് പോയിക്കോളിന്ന്. എന്താ നമ്മളെ മനസ്സ് പറഞ്ഞേ? അല്ല പറയോ? ഇല്ല. ആ സമയത്ത് മൈര്യം കലക്കിയിട്ട് പശ ഒട്ടിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, ഹാലിളകിയിട്ട്. അവരോട് ചോദിക്കും എന്താ നിങ്ങളെ പരിപാടിയെന്ന്. അത് ഞങ്ങൾക്ക് ഹദീസ് കാണാൻ പറ്റിയില്ല എന്ന്. അപ്പൊ അംക്കൾ നിങ്ങൾ മദ്രസ നടത്തിയാലോ? അല്ലാണ്ട് ചോദിച്ചാലോ? എന്നറിയേണ്ടി വരും. അതല്ല ഇവിടെ മതഹിന് എന്തെങ്കിലും കോലങ്ങൾ കെട്ടുക തന്നെ, എന്തെങ്കിലും പറഞ്ഞ് മുടക്കുക. കൊതുകിന്റെ സ്വഭാവം ചെയ്യൂല, ചെയ്യണോണ്ടിട്ട് ചെയ്യാൻ സമ്മതിക്കൂല. അതല്ലേ അള്ളാഹു അവരെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഒന്നാമീ പറയും, എല്ലാരും നന്നായി വേണ്ടത്. അള്ളാഹു തആല എല്ലാരും നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ ക്ഷേമവാക്യം, ഏറ്റവും വലിയ കൻസ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ മധു കൊണ്ടൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷ എന്താരോ? മധു ഒരുപാട് പറഞ്ഞാൽ, മധു ഒരുപാട് കേട്ടാൽ അതിന്റെ ബർക്കത്തോണ്ട് മനസ്സ് ക്ലിക്കാവും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സ് നന്നാവാനും മുറാദ് ഹാസിലാവാനും ഇതിന്റെ മേലിന് അമലില്ല. ഉറപ്പാണ്. റസൂലി വമദ്ഉഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഹുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്ത റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ ആളുകൾക്ക് നാളെ ശഫാഅത്ത് കിട്ടും. അതിന്റെ കഫീല് മുഹമ്മദ് മുസ്തഫ. കഫീല് മുഹമ്മദ് നബിയാണ്. അവിടെ പിന്നെ വഞ്ചനല്ല, ലാഞ്ചന പോലും ഇല്ല. അത് നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.